ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ കാഴ്ചകൾ, പരീക്ഷണങ്ങൾ, ജീവിത രീതികൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളാണ് ചന്ദ്രലേഖയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിൽ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സൗന്ദര്യം എന്നുള്ളത് നമ്മുടെയൊക്കെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സൗന്ദര്യം സംരക്ഷിക്കുക മാത്രമല്ല, അതിനെ പരിപാലിക്കുകയും അതുപോലെ അതിനെ മോൾഡ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അതിനായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. പച്ചക്കറികൾ നമ്മൾ ധാരാളം യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതിലേറ്റവും ഗുണമുള്ള പച്ചക്കറികൾ മത്തൻ, തക്കാളി, അതുപോലെ ഓറഞ്ച് ഒക്കെ നല്ലതാണ്. മത്തൻ്റെ വിത്തും അതുപോലെ ഇല, ഫ്ലഷ് ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. തക്കാളി നീരും അതുപോലെ തക്കാളി കഴിക്കുന്നതും നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗ്ലോ കിട്ടാൻ സഹായിക്കും. അതുപോലെ ഡെയിലി ഒരു ഓറഞ്ച് കഴിച്ചാലും നമ്മുടെ സ്കിന്നിന് നല്ല നിറം കിട്ടുന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വളരെ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു പാർട്ടിക്ക് പോകുമ്പം ഒരുങ്ങണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെഗ്മെൻറ്റിൽ കൂടി കാണാൻ പോകുന്നത്. മേക്കപ്പ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? സിമ്പിൾ ലുക്കിലാണെങ്കിലും റിച്ച് ലുക്കിലാണെങ്കിലും നമ്മളെപ്പോഴും നന്നായിരിക്കണം. പുറത്തു പോകുമ്പോൾ കുറച്ച് വെറൈറ്റി ലുക്ക് കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം ഇവിടെ ഇന്ന് ഒരു നല്ലൊരു വെറൈറ്റി ലുക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നു ലയ പിയൂഷ്. മേക്കപ്പ് പലതരത്തിലുണ്ട്. അപ്പം ബ്രൈഡൽ മേക്കപ്പ്, സിമ്പിൾ മേക്കപ്പ്, അങ്ങനെ പോകും. നിങ്ങൾ കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ടോ മേക്കപ്പ് അല്ലാണ്ട്? കോസ്റ്റ്യൂം എസ്പെഷ്യലി പാർട്ടീസിന് പറയുമ്പോൾ നൈറ്റ് പാർട്ടീസ് ഉണ്ട്, ഡേ പാർട്ടീസ് ഉണ്ട്. ഇപ്പം നൈറ്റ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൽ ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടാവും, കോർപ്പറേറ്റ് ഫങ്ഷൻസ്, പിന്നെ ഗെറ്റ് ടുഗദേഴ്സ്, അങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റി ടൈപ്പ് ഓഫ് പാർട്ടീസ് ഉണ്ട്. അതിപ്പം ആ പാർട്ടിയുടെ നേച്ചർ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കോസ്റ്റ്യൂം എന്ന് പറയുന്നതും മേക്കപ്പും. കോർപ്പറേറ്റ് ഫങ്ഷൻസ് ഒക്കെ ആകുമ്പോൾ ഒത്തിരി ഡ്രസ് കോഡ് തന്നെ വ്യത്യാസമാണ്. നമ്മളിപ്പം നോർമലി ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു മാരേജ് റിസപ്ഷനോ അങ്ങനെയൊക്കെ പോകുമ്പോഴുള്ള കോസ്റ്റ്യൂമിനേക്കാളും വ്യത്യാസമാണ് ഈ കോർപ്പറേറ്റ് പാർട്ടീസ് എന്നൊക്കെ പറയുന്നത്. അവിടെ ഗൗൺസാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സാരി വരുന്നുണ്ട്, നെറ്റ് സാരീസ് വരുന്നുണ്ട്, ഒത്തിരി ടൈപ്പ് ഓഫ് സാരീസ് തന്നെ വരുന്നുണ്ട് ഈ നൈറ്റ് പാർട്ടീസിൽ. ഇതിൽ മേക്കപ്പ് ഏത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, നൈറ്റ് പാർട്ടീസ് ഒക്കെ ആകുമ്പോൾ ഇത്തിരി ഡാർക്ക് മേക്കപ്പ് ആയിരിക്കും നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് കാണാൻ ലൈറ്റ് മേക്കപ്പ് ആയിരിക്കില്ല, ഇത്തിരി ഹെവി മേക്കപ്പ് ആയിരിക്കും നൈറ്റ് പാർട്ടീസിലൊക്കെ കൊടുക്കുന്നത്. അതിലിപ്പം ലിപ് കളേഴ്സ് ആയിക്കഴിഞ്ഞാലും ഐ ഷാഡോസ് ആയിക്കഴിഞ്ഞാലും ഇത്തിരി ഡാർക്ക് കളേഴ്സാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് നൈറ്റ് പാർട്ടീസിൽ കൂടുതൽ. അതേസമയം ഡേ പാർട്ടീസ് ആണെങ്കിൽ ഡേ ലൈറ്റിൽ നമ്മൾ ഒത്തിരി ഹെവി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബോറായിരിക്കും കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾ കൂടുതലും ലൈറ്റ് മേക്കപ്സ് ആണ് ഡേ പാർട്ടീസിൽ കൂടുതൽ കൊടുക്കുന്നത്. എല്ലാം തന്നെ ഡിപ്പെൻസ് അപ്പോൺ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യത്തിൻ്റെ, അതെ അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കൂടുതലും കൊടുക്കുന്നത്. ഇപ്പം നൈറ്റ് പാർട്ടീസിൽ തന്നെ ഈ ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഓൺലി ലിപ്സ്റ്റിക്സ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോ കിട്ടാനായിട്ട് ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതിപ്പം പാർട്ടി എങ്ങനെയാണോ അത് അനുസരിച്ച് മേക്കപ്പ്.
നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മേക്കപ്പാണ്. അതിൽ കൂടുതലും സ്റ്റൈലായിട്ട് കാണുന്നത് ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് റോളാണ്. ഫ്രഞ്ച് റോളിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹമ്പ് കൂടെ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഹെയറിൽ. ഞാൻ പറഞ്ഞു നേരത്തെ ക്രിസ്ത്യൻ ബ്രൈഡ്സിനാണ് കൂടുതൽ ഹമ്പ്, ആ ക്രൗൺ വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നന്നായിട്ടിരിക്കാനായിട്ടാണ് ഹമ്പ് കൂടുതൽ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ അതിൽ പുതിയൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള പോലെ ഒരു ഹമ്പ് കൊടുത്ത് അതിൻ്റെ പുറകിലാണ് ഫ്രഞ്ച് ടെയിൽ കൊടുത്തിരിക്കുന്നത്, ഒരു ഫ്രഞ്ച് റോളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോർമലി ഹെയർ കുറച്ച് പൊക്കി ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പം ഫേസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ് ഫേസിന് കിട്ടും അല്ലേ? ചെറിയ ഫേസ് ആണെങ്കിൽ ഈ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഇപ്പം ഹെയർ ഹംപ് ചെയ്ത് വരുമ്പോൾ മുഖം ഇത്തിരി കൂടെ വലുതായിട്ട് കാണാം. പ്ലസ് അതിൻ്റെ കൂടെ ഇയറിങ്സ് കുറച്ചുകൂടെ ബ്രൈറ്റർ കളർ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ഇയറിങ്സ് കൂടി ഇടുവാണെങ്കിൽ നെക്കിൽ നമ്മളൊന്നും ഇട്ടില്ലെങ്കിൽ പോലും പ്രോബ്ലം ഇല്ല. ഇപ്പം ഈ പാർട്ടി വെയറിന് ചേരുന്ന അക്സസറീസും സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഓഫ് കോഴ്സ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ പാർട്ടി വെയർ സാരിയുടെ കൂടെ എന്തൊക്കെ ടൈപ്പ് ആക്സസറീസ് നമ്മളിപ്പോൾ ഒരു സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ അതിൻ്റെ ഒരു മുഴുവൻ ആയിട്ട് നമ്മൾ അത് ക്യാരി ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർണമെൻറ്റ്സ് കൂടെ അതിൽ വരണം. ഇപ്പം നോർമലി എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഫേസും അല്ലെങ്കിൽ ഹെയറും നല്ലതായിരിക്കണം എന്നാണ്. പക്ഷേ ഇതിനെ പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൈക്കും കൊടുക്കേണ്ടത്. ഇപ്പം മിക്കപ്പോഴും എല്ലാവരും സ്ലീവ്ലെസ് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ കൈ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? കൈക്ക് മാത്രമല്ല കാലിനും കൂടെ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ വൺസ് ഇൻ എ മന്ത് ഞങ്ങൾ എപ്പോഴും അവരോട് സജസ്റ്റ് ചെയ്യുന്നത് പെഡിക്യൂർ മാനിക്യൂർ ചെയ്യാനാണ്. കൈ സംരക്ഷിക്കുന്നത് പോലെ കാലും സംരക്ഷിക്കണം. അതെപ്പോഴും പാർലറിൽ പോയി പെഡിക്യൂർ മാനിക്യൂർ ചെയ്യണം എന്നില്ല, അത് വേണമെങ്കിൽ വീട്ടിലും ചെയ്യാം. ചെയ്യാൻ ഇത്തിരി ചൂടുവെള്ളം, ഉപ്പ്, പിന്നെ പെഡിക്യൂർ കിറ്റ് എപ്പോഴും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒന്നുമില്ലെങ്കിൽ നെയിൽ ഫയൽ, പിന്നെ നഖത്തിനടിയിലുള്ള അഴുക്ക് കളയാനുള്ള നെയിൽ കട്ടേഴ്സ് വരുന്നുണ്ട്, പെഡിക്യൂർ സെറ്റ് വരുന്നുണ്ട്, അതുപോലെ ക്യൂട്ടിക്കിൾ കട്ടേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് വീട്ടിലിരുന്ന് തന്നെ ഒരു പ്രാവശ്യം പാർലറിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് വീട്ടിലും ചെയ്യാം. എപ്പോഴും നീറ്റായി ഈ നഖത്തിനടിയിലുള്ള അഴുക്കുകളാണ് എപ്പോഴും ഈ നഖം കാരണം. ഇപ്പോൾ നമ്മൾ കണ്ട പാർട്ടി വെയറിൽ റെഡ് സാരിയിൽ ഹെയർ എന്ത് റോളാണ് ചേച്ചി? ഫ്രഞ്ച് റോൾ. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി കുട്ടി ഒരു അത്ര കളർ, ഒരു മീഡിയം കളറാണ്. അപ്പം കുറച്ചും കൂടെ കളർ ഉള്ള ഒരാളാണെങ്കിൽ ഈ ഹെയർ സ്റ്റൈലും അല്ലെങ്കിൽ ഈ ഒരു കളർ സാരി ആയിരിക്കും മാച്ച് ആവുക? ശരിക്കും കളർ വ്യത്യാസത്തിനനുസരിച്ച് സാരി കളറും വ്യത്യാസപ്പെടും. ഒത്തിരി നല്ല കളറുള്ളവർക്കാണെങ്കിൽ ഏത് കളറും ഏകദേശം സ്യൂട്ടാവും. പക്ഷേ കുറച്ചുകൂടെ ലൈറ്റ് കളേഴ്സ് അവർ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഭംഗി കാണില്ല. നല്ല കളറുള്ളവരാണെങ്കിൽ നല്ല ബ്രൈറ്റ് കളേഴ്സാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഡാർക്ക് കളർ ഉള്ളവരും ബ്രൈറ്റ് കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എത്രയും സ്യൂട്ടാവും ആ ഒരു കളർക്ക്. ശരിക്കും എല്ലാവരും പണ്ട് മുതലേ ഉള്ളൊരു ട്രഡീഷണൽ തിങ്കിങ് എന്ന് പറയുകയാണെങ്കിൽ കളർ ഇല്ലാത്തവർ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യണം, കളർ ഉള്ളവർ അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഡാർക്ക് കളർ ഉള്ളവരും ബ്രൈറ്റ് കളർ സാരീസ് അല്ലെങ്കിൽ ബ്രൈറ്റ് കളർ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ടാവും ശരിക്കും കാണാനായിട്ട്. ഇപ്പം എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പോൾ ഒരു മീഡിയം കളറുള്ള ഒരു ഇരുനിറക്കാർക്ക് ബേബി പിങ്ക് കളർ ചെയ്യുമോ? മേക്കപ്പിലൂടെ നമുക്ക് മാറ്റം വരുത്താം, മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ടോൺ വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
വളരെ ഭംഗിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി. ഏത് മെറ്റീരിയലാണ് ഇതിൽ ഈ കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്നത്? കോസ്റ്റ്യൂം വന്നിരിക്കുന്നത് നെറ്റാണ്. നെറ്റിൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലേ? ഓക്കെ, വളരെ ഇൻഫോർമേറ്റീവായ ഒരു സെഷനായിരുന്നു ഇപ്പോൾ നമുക്കിവിടെ ചേച്ചി തന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ, ന്യൂ ലുക്സ്, ഹെഡ് ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ലൊക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കലൂർ അല്ലേ? കലൂർ രമണിക ഹെർബ്സ് ആൻഡ് ബ്യൂട്ടി ക്ലിനിക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യുക. നല്ല മധുരമുള്ള ഒരു ഐറ്റം നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ പേര് ബ്ലൂബെറി ചീസ് കേക്ക് എന്നാണ്. നമ്മളൊക്കെ അടുക്കളയിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് കുക്കർ. ഈ കുക്കർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇല്ലെങ്കിൽ പല അപകടങ്ങൾക്കും അത് കാരണമാവാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ കുക്കറിൻ്റെ വാഷർ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പല അപകടങ്ങളും ഒഴിവായി കിട്ടും. മറ്റൊരു കാര്യം, വെയിറ്റ് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ ആ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുക്കറിൻ്റെ ഉള്ളിലെ ഈ കറ മാറണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു ചെറുനാരങ്ങ മുറിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അതിലെ കറ മാറിക്കിട്ടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുക്കറി സെഗ്മെൻ്റാണ്. ഹായ് വ്യൂവേഴ്സ്, മലയാളികളുടെ ഉന്മേഷയിൽ ഇന്ന് ഡെസേർട്ട് ഐറ്റത്തിന് വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു ഡെസേർട്ട് ഐറ്റം കൂടി കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുറവാണ്. അപ്പോൾ ഇന്ന് നല്ല മധുരമുള്ള ഒരു ഐറ്റം നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ പേര് ബ്ലൂബെറി ചീസ് കേക്ക് എന്നാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് ബ്ലൂബെറി ചീസ് കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. പേര് പോലെ തന്നെ ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ബ്ലൂബെറിയാണ്. പ്രിസർവ്ഡ് ബ്ലൂബെറി നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നമുക്ക് വേണം. പിന്നെ അതുപോലെ ഇതിന് വേണ്ടത് ചീസ് ആണ്. അത് ക്രീം ചീസ് ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ക്രീം ചീസ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിന് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ നമുക്ക് പറയാനുള്ളത് ചീസ് സ്പ്രെഡാണ്. ചീസ് സ്പ്രെഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് അത്ര കോസ്റ്റ്ലി അല്ല. നമുക്കത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പനീർ ക്രഷ് ചെയ്തത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിന്ന് ചീസ് സ്പ്രെഡ് വെച്ചിട്ട് ഈ ബ്ലൂബെറി ചീസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഒരു ബേസ് ആദ്യം ഇതിനുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സ് നമ്മൾ പൊടിച്ച്, അതായത് ഐസിങ് ഷുഗർ ചേർത്ത് പൊടിച്ചൊരു ബേസ് നമ്മൾ തയ്യാറാക്കും. അതിന് മുകളിലേക്കാണ് നമ്മൾ ഈ ചീസ് കേക്കിൻ്റെ കൂട്ട് ഒഴിക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ ബേസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഏത് ചീസ് കേക്കിനും നമ്മൾ ബേസ് തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേകതരം ഡിഷാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ കേക്കിന് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ടിന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇങ്ങനെ ചീസ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഉള്ള ട്രേ തന്നെ നമ്മൾ മേടിക്കണം. ഇല്ലെങ്കിൽ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഏത് ട്രേയും നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ച് അതിലേക്ക് ബട്ടറും ഐസിങ് ഷുഗറും ചേർക്കാം. ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാകാം. ഇല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റാണ് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കാവാം. ഇത് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ചീസ് കേക്കാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇതൊരു 4-5 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല മാക്സിമം പൗഡറായിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കണം. ബ്ലൂബെറി ചീസ് കേക്ക് പോലെ തന്നെ നമുക്ക് ഏത് ഫ്ലേവറിലും ചീസ് കേക്കുകൾ ചെയ്യാവുന്നതാണ്. ബിസ്ക്കറ്റ് നല്ല പൗഡറാക്കി തന്നെ എടുക്കണം. ഒരു 12 മുതൽ 15 വരെ ബിസ്ക്കറ്റിന് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ ഐസിങ് ഷുഗറും നമ്മൾ ഇതിലേക്കൊരു 2-3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ബിസ്ക്കറ്റും ബട്ടറും ഐസിങ് ഷുഗറും ചേർത്തു. ഈ പൊടിച്ച ബട്ടർ നമ്മൾ കുഴയ്ക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ ഒരു റോളായിട്ട് വരണം. അത് പൊടിച്ചാൽ വീണ്ടും പൊടിയണം. അതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളമയം ഉണ്ടാവരുത്. ബട്ടർ നമ്മൾ ചേർക്കുമ്പോൾ വളരെ കറക്റ്റായിട്ടേ ചേർക്കാവുള്ളൂ. ഇനി നമുക്കിത് നമ്മുടെ ഈ ട്രേയിലേക്ക് ഇടാം. ഇത് നന്നായിട്ട്
ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ഒരു ബേസ് ആക്കണം. ഡിറ്റാച്ചബിൾ ട്രേ ഒക്കെ ഇപ്പോൾ ധാരാളമായിട്ട് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ചീസ് കേക്കിൻ്റെ ട്രേ അല്ലെങ്കിൽ പൈ ഡിഷ് എന്ന് പറഞ്ഞിട്ട് മേടിച്ചാൽ അത് നമുക്ക് ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ബേസ് തയ്യാറാക്കി. ഇനി അതിന് മുകളിൽ ഒഴിക്കാനുള്ള ചീസ് കേക്കിൻ്റെ കൂട്ടാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചീസ് സ്പ്രെഡ് ഉണ്ട്, അതുപോലെ ഫ്രഷ് ക്രീം ഉണ്ട്, പൗഡർ ഷുഗർ ഉണ്ട്. ഈ 3 ഐറ്റമാണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് എടുക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ചീസ് സ്പ്രെഡ് ഒരു ബൗളിലേക്ക് ഒഴിക്കണം. ചീസ് സ്പ്രെഡ് നമ്മൾ ഈ ഒരു ഡിഷ് തയ്യാറാക്കാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 100 മുതൽ 200 വരെ ഗ്രാമാണ്. കഴിയുന്നതും അൺസോൾട്ടഡ് ആയിട്ടുള്ള ചീസ് സ്പ്രെഡ് മേടിക്കണം. പൊടിച്ച പഞ്ചസാര, ഷുഗർ പൗഡറാണിത്. ഇത് ഒട്ടും തരിയില്ലാതെ നന്നായി പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ 1 മുതൽ 1.5 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ അത് ചേർക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സാധാരണ കേക്കിൻ്റെത് പോലെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല, ഒരുപാട് ബീറ്റിംഗ് ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഒരു സെറ്റിംഗ് ഏജൻറ്റായ ജെലറ്റിൻ ഇതിലേക്ക് ഉരുക്കി ചേർക്കണം. അതിന് നമ്മൾ ആദ്യം ഒരു പാനിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് ജെലറ്റിൻ വേറൊരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഈ ജെലറ്റിൻ നമുക്കിപ്പോൾ ഒരല്പം നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ മതി. ചൂടുവെള്ളത്തിൽ ഒരിക്കലും ജെലറ്റിൻ നമ്മൾ ഉരുക്കിയെടുക്കാൻ പാടില്ല. അപ്പോൾ ജെലറ്റിനിലേക്ക് നമുക്കിനി അല്പം വെള്ളം ഒഴിച്ചത് 10 മിനിറ്റ് വയ്ക്കണം. അപ്പോൾ ജെലറ്റിൻ നമ്മൾ ഇത്രയും ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ജെലറ്റിനാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ജെലറ്റിനിലേക്ക് വെള്ളം ഒഴിച്ച് അപ്പോൾ തന്നെ നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെക്കണം. 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വീർത്ത് വരുന്നത് കാണാം. അപ്പോൾ ജെലറ്റിൻ നമ്മൾ 10 മിനിറ്റ് ഇപ്പോൾ വെള്ളത്തിൽ കുതിരാനായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച വെള്ളത്തിൽ ഈ ഗ്ലാസ് അങ്ങനെ തന്നെ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഈ ജെലറ്റിൻ കുതിർന്നത് ഇറക്കി വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ജെലറ്റിൻ നന്നായി ഉരുകി ഇങ്ങനൊരു നല്ല ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി ആവണം. ഇപ്പോൾ ജെലറ്റിൻ നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതിൻ്റെ ഈ വലിയ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനുള്ളത് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂബെറി ആണ്. അത് നമുക്കിനി ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ആ മിക്സിലേക്ക് ചേർക്കണം. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നമ്മൾ 1/2 കപ്പ് പുറത്തെടുത്ത് ബീറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യും. അത് ഡബിൾ ആവുന്നുണ്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഇത് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണിത്, ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. നമ്മളിപ്പോൾ ഇത് ആദ്യത്തെ ഈ മിക്സിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ആവശ്യത്തിന് ബ്ലൂബെറി, പ്രിസർവ്ഡ് ബ്ലൂബെറിയാണിത്, ക്യാനിലാണ് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഒരു അല്പം ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കിത് ഇതിൽ ചേർക്കാം. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ മിക്സിൽ ആദ്യത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ബാക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കേക്കിൻ്റെ മാതിരി ബാറ്റർ ഒരുപാട് നേരം ഇതിന് ബീറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇതിൻ്റെ സെറ്റിംഗ് ഏജൻ്റായ ജെലറ്റിൻ മാത്രമേ ഇനി ചേർക്കാനുള്ളൂ. ബാക്കി നമ്മൾ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ജെലറ്റിൻ ചെറിയ ചൂടിൽ നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്.
അപ്പോൾ ഈ മിക്സിലേക്ക് ജലറ്റിനും ചേർത്തു, എല്ലാം നന്നായി യോജിപ്പിച്ചു. ഇനി ബ്ലൂബെറി കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത ബിസ്ക്കറ്റ് ബേസാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കൂട്ടൊഴിക്കാം. ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ എത്രത്തോളം മധുരം ഉണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. കാരണം ഓരോ ആളുകൾക്കും മധുരത്തിൻ്റെ ആ ഒരു ലെവല് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് മധുരം ആവശ്യത്തിന് ചേർത്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ. നമ്മുടെ ബാറ്റർ മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ഇതിന് സെറ്റിംഗ് ടൈം ആവശ്യമാണ്. 3 മുതൽ 4 മണിക്കൂർ വരെ. ഫ്രീസറിൽ ഒരിക്കലും നമ്മളിത് വെക്കാൻ പാടില്ല, കാരണം ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. സോ നമുക്കിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മൾ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ബ്ലൂബെറി ചീസ് കേക്ക് പുറത്തെടുത്തു. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒത്തിരി ശ്രദ്ധിക്കണം. ഡിറ്റാച്ചബിൾ ട്രേ ആണ് യൂസ് ചെയ്യേണ്ടത്. പൈ ഡിഷ് അല്ലെങ്കിൽ ചീസ് കേക്കിൻ്റെ പ്രത്യേക ബൗൾ തന്നെ മേടിക്കണം. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു സെർവിങ് ഡിഷിലേക്ക് നമ്മൾ മാറ്റുന്നു. നമ്മൾ ആവശ്യത്തിന് ബ്ലൂബെറി ഒക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൽ കളർഫുള്ളായിരിക്കും. പക്ഷേ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്ലൂബെറി നേരത്തെ ഇതിൽ യൂസ് ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ ബ്ലൂബെറി ചീസ് കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇതാ സെർവിങ്ങിന് റെഡി ആയി കഴിഞ്ഞു. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അധ്യായം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ചന്ദ്രലേഖയിൽ പങ്കെടുക്കാം. ഞങ്ങളെ എഴുതി അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം.